യൂട്യൂബിൽ സ്ഥിരമായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന എന്നോട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ഒരു സംഭവമാണ് യൂട്യൂബിൽ തന്നെ കറക്റ്റായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാണ്. അതായത് എനിക്ക് എപ്പോഴും മെസ്സേജ് വരും, അതായത് കുറേ ഇൻസ്റ്റാഗ്രാമിൽ ഇതിലൊക്കെ മെസ്സേജ് അയച്ച് ചോദിക്കാറുള്ളതാണ് കറക്റ്റായിട്ട് അതിനെ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുക. അതേപോലെ തന്നെ ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, അതേപോലെ തന്നെ തമ്പനയിൽ, ടാഗ്, പിന്നെ വേറെ കുറേ സംഭവങ്ങൾ അതൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യുക, അങ്ങനെ കുറേ സംശയങ്ങൾ കുറേ പേർക്കുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ സംശയങ്ങളൊക്കെ ഈ ഒരു വീഡിയോ നമ്മൾ തീർക്കുന്നതായിരിക്കും. അതായത് യൂട്യൂബിൽ കറക്റ്റായിട്ട് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാനും അതിനെങ്ങനെ ടൈറ്റിൽ ഇടാനും ഡിസ്ക്രിപ്ഷൻ ഇടാനും അതിന് അതേപോലെ തന്നെ തമ്പനയിൽ ഇടാനും അതേപോലെ ടാഗ് ആഡ് ചെയ്യാനും അങ്ങനെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ചേർക്കുന്ന ചാനൽ ആദ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനകത്ത് നോട്ടിഫിക്കേഷൻ നമ്മൾ ചെയ്യാം. പിന്നെ ഒരു സംഭവം കൂടി നമ്മൾ ഷെഡ്യൂൾ ചെയ്യുന്നതും കൂടി എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അങ്ങനെ വീഡിയോയിൽ പോകാം. അപ്പോൾ ആദ്യം നമ്മൾ ജസ്റ്റ് യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. യൂട്യൂബ് ആപ്ലിക്കേഷൻ വഴി അല്ലെങ്കിൽ യൂട്യൂബ് സ്റ്റുഡിയോ വഴി നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. രണ്ടിലും വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ യൂട്യൂബ് ആപ്ലിക്കേഷനാണ് എടുത്തേക്കുന്നത്. ആപ്ലിക്കേഷൻ എടുത്തതിന് ശേഷം നടുക്ക് ഈ ഒരു പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലെ നമ്മുടെ ക്യാമറ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ അടിയിൽ ഷോർട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ട് ഷോർട്ട് എന്നുള്ള മാറ്റി വീഡിയോയുടെ ഓപ്ഷൻ ആക്കിയിട്ട് അപ്പോൾ ജസ്റ്റ് എൻ്റെ മൊബൈലിലുള്ള വീഡിയോസൊക്കെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന വീഡിയോ ഇതാണ്, ഫസ്റ്റ് എടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതേപോലെ നമ്മുടെ വീഡിയോ പ്ലേ ആയി തുടങ്ങും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ നെക്സ്റ്റ് അടിച്ച് കൊടുക്കുകയാണ്. നെക്സ്റ്റ് അടിച്ച് കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒരു പേജ് ആയിരിക്കും വരാം. അപ്പോൾ അവിടെ അടിയിൽ ടൈറ്റിൽ കൊടുക്കണം. ഞാൻ ജസ്റ്റ് ഇപ്പോൾ OLXൽ ജസ്റ്റ് എങ്ങനെ ഫ്രീലാൻസ് ക്ലയൻസിനെ കിട്ടാന്നുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ടൈറ്റിൽ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്, ബെസ്റ്റ് വേ ടു ഗെറ്റ് ഫ്രീലാൻസ് ക്ലയൻസ് ഫീറ്റ് OLX സയസിരീന്ദ്രൻ എന്നാണ് കൊടുത്തേക്കുന്നത്. അതായത് നിങ്ങളെപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ചാനലിൻ്റെ പേര് ഇതേപോലെ സൈഡിൽ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഇങ്ങനെ കൊടുക്കണം ടൈറ്റിലിൽ. അപ്പോൾ അത് നമ്മുടെ യൂട്യൂബിൽ നമ്മുടെ പേര് എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ടൈറ്റിൽ മിക്കവാറും എല്ലാവരും ചെയ്യുന്ന സംഭവം തന്നെയാണ്. അപ്പോൾ ഞാനും ചെയ്യാറുണ്ട്, നിങ്ങളും ചെയ്താൽ നന്നായിരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പ്രത്യേകിച്ച് വേറെ സംഭവങ്ങൾ ആഡ് ചെയ്യാറില്ല. ഞാൻ ജസ്റ്റ് ടൈറ്റിൽ തന്നെ ഫുള്ളായിട്ട് സെലക്ട് ചെയ്ത് കോപ്പി ചെയ്യാണ് പതിവ്. അപ്പോൾ ഞാൻ ജസ്റ്റ് സെലക്ട് ചെയ്തു, കോപ്പി ചെയ്തു, ഡിസ്ക്രിപ്ഷൻ എടുത്തതിന് ശേഷം അവിടെ പേസ്റ്റ് ചെയ്തു. പിന്നെ ചിലപ്പോഴൊക്കെ ഞാൻ ജസ്റ്റ് എൻ്റെ പ്രൊഡക്ട്സ്, ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സിൻ്റെയൊക്കെ ലിങ്ക് സംഭവങ്ങളൊക്കെ കൊടുക്കാറുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. വേറെ സംഭവങ്ങൾ പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നും ഞാൻ കൊടുക്കാറില്ല. പിന്നെ അതുപോലെ തന്നെ ഇവിടെ പബ്ലിക് വിസിബിലിറ്റി, പബ്ലിക്കിൻ്റെ മെമ്പേഴ്സ് ഓൺലിൻ്റെ നിങ്ങളുടെ മോണിറ്റൈസ് ആയി കഴിഞ്ഞാൽ മെമ്പേഴ്സ് ഓൺലി എന്ന് പറഞ്ഞ ഓപ്ഷൻ കൂടി ഇതേപോലെ വരും. പിന്നെ അൺലിസ്റ്റഡ് ഉണ്ട്, പ്രൈവറ്റ് ഉണ്ട്, ഷെഡ്യൂൾ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഈ ഒരു പോസ്റ്റ് 5 മണിക്ക് ഷെഡ്യൂൾ ചെയ്തിടാൻ പോവാണ്. അപ്പോൾ ജസ്റ്റ് ഒരു ഷെഡ്യൂൾ ക്ലിക്ക് ചെയ്തു. ഇന്നിപ്പോൾ ഡേറ്റ് 24 മാർച്ചാണ്. അപ്പോൾ 24 മാർച്ച് 5 PM ഓക്കെ കൊടുത്തു. അതിനുശേഷം ബാക്ക് എടുക്കുക. അപ്പോൾ നമ്മുടെ പോസ്റ്റ് ഷെഡ്യൂൾ ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നോ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ്, അത് സംഭവങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ സെലക്ട് ചെയ്തിടുന്നതാണ്. പിന്നെ ഇവിടെ പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്യണമെങ്കിൽ പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ഞാൻ ജസ്റ്റ് ഇവിടെ അപ്ലോഡ് ചെയ്താൽ കൊടുക്കാൻ പോവാണ്. അപ്ലോഡ് കൊടുത്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ടാഗ് സംഭവങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് അതൊക്കെ അപ്ലോഡ് ചെയ്തതിന് ശേഷം കാണിച്ചത് നമ്മുടെ YT സ്റ്റുഡിയോയിൽ പോയിട്ട് നമുക്ക് ഈസി ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റും. കമൻറ്റ്സ് ഓണാണ്, ബാക്കി സംഭവങ്ങളൊക്കെ സെറ്റാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ അപ്ലോഡ് കൊടുക്കുകയാണ്. അപ്പോൾ അതിവിടെ അപ്ലോഡിംഗ് എന്ന് പറഞ്ഞിട്ട് കാണാം. അപ്പോൾ ഞാൻ ജസ്റ്റ് സി വീഡിയോ കൊടുക്കുകയാണ്. സി വീഡിയോ എന്നുള്ള ഓപ്ഷൻ എടുക്കുമ്പോൾ ഇതേപോലെ നമ്മൾ അപ്ലോഡിങ് എത്ര പെർസെൻറ്റേജ് ആയെന്ന് കാണാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ജസ്റ്റ് മോളിൽ നിന്ന് സ്ക്രോൾ ചെയ്തിട്ട് നമ്മുടെ അപ്ലോഡിംഗ് എന്ന് പറഞ്ഞിട്ട് സംഭവം കാണാം. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മുടെ വൈഫൈ ഉണ്ടെങ്കിൽ വൈഫൈ തന്നെ അപ്ലോഡ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഡാറ്റ തീരുന്ന ടൈം അറിയില്ല, കാരണം പെട്ടെന്ന് പോകും. കാരണം അത്യാവശ്യം നമ്മുടെ വീഡിയോ ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ സൈസ് ഉണ്ടാവുമല്ലോ. പിന്നെ അതുപോലെ തന്നെ എത്ര MB ഉണ്ടെന്ന് ജസ്റ്റ് ഇവിടെ മുകളിൽ അപ്ലോഡിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ സൈഡിലുള്ള ഏഴാമത്തെ ഇതേപോലെ എത്ര MB ഉണ്ടെന്ന് കാണിക്കുക. അപ്പോൾ ഇത് ഒരു ചെറിയ വീഡിയോ ആയിരുന്നു, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി. ഇത് ഒരു 2 മിനിറ്റോ 3 മിനിറ്റിന് താഴെയുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ചെറിയ വീഡിയോ ആണ്, അത് തന്നെയാണ് ഇത്ര സൈസ് കുറവ്. അല്ലെങ്കിൽ ഏകദേശം ഒരു 1 GB 2 GB ഒക്കെ വരും സാധാരണ. അപ്പോൾ നമ്മുടെ അപ്ലോഡിങ് എത്രയെന്നൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് പെർസെൻറ്റേജും കാണാൻ പറ്റും. അപ്പോൾ ഇത് ഫുള്ളായതിനു ശേഷം ഞാൻ ജസ്റ്റ് YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് ബാക്കി സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മുടെ അപ്ലോഡിങ് കംപ്ലീറ്റ് ആയതിന് ശേഷം ഞാൻ ജസ്റ്റ് ഇപ്പോൾ YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഇവിടെ ജസ്റ്റ് കണ്ടൻസ് എന്ന് പറഞ്ഞ സെക്ഷൻ എടുക്കുക. അപ്പോൾ നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടിരിക്കുന്ന വീഡിയോ ആയിരിക്കും ഇവിടെ മുകളിൽ ഷെഡ്യൂൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ അതെടുക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം ജസ്റ്റ് ഇവിടെ മുകളിൽ പെൻസിലിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ തമ്പനയിൽ ആഡ് ചെയ്യാം. അല്ലെങ്കിൽ അതിന് ശേഷം നമുക്ക് ഇതേപോലെ നമ്മുടെ YT സ്റ്റുഡിയോയിൽ വന്നിട്ട് ആഡ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഇവിടെ മോണിറ്റൈസേഷൻ ഇവിടെ ഓഫായി എടുക്കുകയാണ്. അപ്പോൾ അത് ഓണാക്കിയിടാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഏറ്റവും അടിയിൽ ടാഗ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ മുകളിൽ ആഡ് ടാഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ ടാഗ് ആഡ് ചെയ്യാനുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള വഴി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ഗൂഗിൾ ക്രോം എടുത്തതിന് ശേഷം റാപ്പിഡ് ടാഗ്സ് എന്ന് അടിച്ച് ചെയ്യുക. അതിന് ശേഷം ഇവിടെ യൂസ് ടാഗ് ജനറേറ്റർ എടുക്കുക. അതിന് ശേഷം ഇവിടെ നിങ്ങളുടെ വീഡിയോയുടെ ടൈറ്റിൽ എന്താണ് അത് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുക. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഫ്രീലാൻസ് ക്ലയൻസ് ഫ്രം OLX എന്ന് ജസ്റ്റ് കൊടുക്കുകയാണ്. അതിന് ശേഷം ഇവിടെ സെർച്ച് ചെയ്യുക. അപ്പോൾ ഇതേപോലെ കുറേ കീവേഡ്സ്, അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കീവേഡ്സ് വരും. അപ്പോൾ ഇതിന് ആവശ്യമില്ലാത്തതൊക്കെ നിങ്ങൾ ജസ്റ്റ്
ഇതേപോലെ ക്യാൻസൽ ചെയ്ത് കളയാം. അതിനുശേഷം ഇതിലൊക്കെ നമുക്ക് ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഇവിടെ അടിയിൽ കോപ്പി ടാക്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ ഇത് കോപ്പി ചെയ്യുക, ആവശ്യമില്ലാത്തൊക്കെ ഡിലീറ്റ് ചെയ്തതിന് ശേഷം കോപ്പി ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഈ ഒരു സ്ഥലത്തേക്ക് വന്നതിന് ശേഷം ഇവിടെ ഇതേപോലെ പേസ്റ്റ് ചെയ്യുക. നമുക്ക് കറക്റ്റ് ആവശ്യമുള്ള ടാഗുകൾ മാത്രം പേസ്റ്റ് ചെയ്താൽ മതി, അല്ലാത്തൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയാം. അതിനുശേഷം ഇതേപോലെ ബാക്ക് എടുക്കുക. അതിനുശേഷം ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു തമ്പനയിൽ ആഡ് ചെയ്യാനായിട്ട് ഈ ഒരു പെൻസിലിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്യാണ്. അതിനുശേഷം ഇവിടെ കസ്റ്റം തമ്പനയിൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഗാലറി ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ നമ്മൾ ഗാലറിയിൽ ഓൾറെഡി മെയ്ഡ് ചെയ്തിട്ടുള്ള തമ്പനയിൽ ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ജസ്റ്റ് നേരത്തെ ഉണ്ടാക്കി വെച്ചൊരു തമ്പനയിൽ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ മുകളിൽ ഡണ്ണ് കൊടുക്കുക. അതിനുശേഷം ഇവിടെ മുകളിൽ സേവ് കൊടുത്താൽ ബാക്കി എല്ലാം സെറ്റായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞാൽ. നമ്മുടെ എല്ലാ സംഭവങ്ങളും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. തമ്പനയിൽ, ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, ടാഗ്, അങ്ങനെ എല്ലാ സംഭവങ്ങളും നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ കറക്റ്റ് 5 മണിയാകുമ്പോൾ ഈ ഒരു വീഡിയോ പബ്ലിഷ് ആവും, നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടിരിക്കുന്ന കാരണം. അപ്പോൾ അത്രയും ഉണ്ടായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോ കംപ്ലീറ്റ് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ നോക്കി നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യുക. പിന്നെ നിങ്ങളുടെ സംശയങ്ങൾ ഇപ്പോൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ആയി ഏർപ്പെടുത്താം. അപ്പോൾ ചെറിയ വീഡിയോ അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.